അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറയുന്നു. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തൂലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും. അവൻ്റെ ചെറിയൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. 91-ാം സങ്കീർത്തനം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു ദൈവവേദൽ അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരുതൽ അനുഭവിച്ച സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വൈഷമ്യമേറിയ സമയങ്ങളിൽ ദൈവം അത്ഭുതമായി വിടുവിച്ച സംഭവങ്ങളും പലരുടെയും ജീവിതത്തിൽ ഉണ്ടാകും. 2-ാം ലോകമഹായുദ്ധകാലത്ത് ഉണ്ടായൊരു സംഭവം ഇങ്ങനെ വായിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ കരുതലിനെയാണ് ഈ ചരിത്ര സംഭവം ചൂണ്ടിക്കാണിക്കുന്നത്. 2-ാം ലോകമഹായുദ്ധകാലത്ത് ഒരു ദിവസം സഖ്യകക്ഷികളിൽപ്പെട്ട ദൈവത്തിനായൊരു പൈലറ്റ് പ്രഭാത ധ്യാനത്തിന് 91-ാം സങ്കീർത്തനമാണ് വായിച്ചത്. അതിലെ 1-ാം വാക്യം അപ്പോൾ തന്നെ മനഃപ്പാഠമാക്കി. ശത്രു സൈന്യം പാളയം അടിച്ചിരുന്ന ഒരു യൂറോപ്യൻ രാജ്യത്തു കൂടി ഒരു ചാരവിമാനത്തിൽ പോകുമ്പോൾ യന്ത്രത്തകരാറ് മൂലം വിമാനം താഴെ ഇറക്കുവാനുള്ള സാഹചര്യമുണ്ടായി. തൻ്റെ യൂണിഫോമിൽ നിന്നും സൈനിക മുദ്രകളെല്ലാം നീക്കം ചെയ്ത ശേഷം അദ്ദേഹം ധൈര്യം അവലംബിച്ച് മുന്നോട്ട് നീങ്ങി. ശത്രു സൈന്യം പാളയം അടിച്ചിരിക്കുന്ന സ്ഥലത്തെത്തി. കാവൽപ്പടൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തി കോഡ് നാമം ഉച്ചരിക്കാൻ ആവശ്യപ്പെട്ടു. ദൈവാശ്രയത്തോടുകൂടി പ്രഭാതത്തിൽ മനഃപ്പാഠമാക്കിയ വാക്യം അയാൾ ഉച്ചരിച്ചു. അത്യുന്നതൻ്റെ മറയിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. ആ കാവൽപ്പടനെ ഇത് തല്ലൊന്ന് അത്ഭുതപ്പെടുത്തിയെങ്കിലും അത്യുന്നതനും സർവശക്തനും ഹിറ്റ്ലറാണെന്ന് ധരിച്ച് ഹിറ്റ്ലറുടെ സംഘത്തിൽപ്പെട്ടവനാണെന്ന് കരുതി അദ്ദേഹത്തെ മുന്നോട്ട് പോകാനുള്ള അനുവാദം കൊടുത്തു. ഇപ്രകാരം മുന്നോട്ട് പോയ അദ്ദേഹം ഒടുവിൽ വയർലെസ് മുഖാന്തരം സഖ്യകക്ഷികളുടെ വിമാനം വരുത്തി രക്ഷപ്പെട്ടു. ദൈവവചനം ആ സൈനികനെ ശത്രുസേനയുടെ പിടിയിൽ നിന്നും അത്ഭുതമായി വിടുവിച്ചു. ദൈവനത്തോട് വിധേയത്വവും പ്രിയവും പ്രകടിപ്പിക്കുന്നവർക്ക് അവരുടെ സഹായത്തിന് യാതൊരു മനുഷ്യൻ്റെയും പിന്തുണയോ ശുപാർശകളോ പ്രശംസയോ ആവശ്യമില്ല. ശത്രുവിൻ്റെ പാളയത്തിലും ദൈവം അവർക്ക് ദൃഷ്ടാന്ത ഭോജനമൊരുക്കും. നിന്ദിക്കുന്നവരുടെ മുമ്പിൽ മാന്യതയുള്ള മേശ അവർക്കായി ഒരുക്കും. നിത്യമായ ദൈവത്തിൻ്റെ പിന്തുണ ആർജിക്കുന്നവനെ പരാജയപ്പെടുത്തുവാൻ ശത്രു എത്ര കിണഞ്ഞു പരിശ്രമിച്ചാലും ഈ ലോകത്തിലൊരു ശക്തിക്കും അവനെ കീഴ്പ്പെടുത്തുവാനായിട്ട് കഴിയുകയില്ല. ദൈവം അത്യുന്നതനും സർവശക്തനുമായതിനാൽ അവനിൽ ആശ്രയിക്കുന്നവനെ രക്ഷിപ്പാൻ അവിടുന്ന് പൂർണ്ണമായും കഴിവുള്ളവനാണ്. അതിനവന് മറ്റാരുടെയും സഹായം ആവശ്യമില്ല. ഈ സങ്കീർത്തനം ഒരു ദേവാലയ ശുശ്രൂഷകൻ എഴുതിയതാണെന്ന് പറയപ്പെടുന്നുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് ലഭിക്കുന്ന സുരക്ഷിതത്വവും സമാധാനവും ഉയർച്ചയുമാണ് ഇതിലെ പ്രതിപാദന വിഷയം. ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് എക്കാലവും ലോകത്തോടെ ധൈര്യത്തോടെ പറയാൻ കഴിയുന്ന തിളങ്ങുന്ന സാക്ഷ്യമാണത്. പ്രിയ സുഹൃത്തെ, സാഹചര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമല്ല എന്ന് പരിതപിക്കേണ്ടതില്ല. രാജാവ് ബഹുമാനിക്കാതിരിക്കുന്ന പുരുഷൻ നിങ്ങളാണെങ്കിൽ ദൈവം നിങ്ങൾക്കായി രാജാവിന് കുതിര അയച്ചുകൊണ്ടുവരും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. ഓരോ ദിവസവും അത്യുന്നതൻ്റെ ചെറിയൻ കീഴിൽ അഭയം കണ്ടെത്തുന്നവരായി നമുക്ക് തീരാം.